ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചിരട്ട മസാല ചായ ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കാറുള്ള ഈ മസാല ചായ ഇന്ന് നമ്മൾ ചിരട്ടയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിരട്ടയ്ക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. അതായത് ഈ പണ്ട് കാലത്തെ ആളുകൾ ഈ ചിരട്ട വെന്ത വെള്ളം കുടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രമേഹം, കൊളസ്ട്രോൾ മുതലായ രോഗം കുറയ്ക്കാനായിട്ടും പിന്നെ അതുപോലെ നമ്മുടെ ഡൈജഷൻ നന്നാക്കാനായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നാക്കാനായിട്ടും അതുപോലെ നമ്മുടെ കുടലിനും ഇത് നല്ലതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആളുകൾ ചിരട്ട തവി ഉപയോഗിക്കുന്നതും ഈ ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ മസാല ചായ നമ്മുടെ ഡൈജഷൻ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഗുണകരമായൊരു ചായ നമുക്കിനി ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ഏലക്ക, 2 ഗ്രാമ്പു, 3 ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഇതിലേക്ക് കുരുമുളക് ആവശ്യമാണ്. എൻ്റെ കയ്യിൽ കുരുമുളക് കഷ്ണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചി ഒഴികെ ബാക്കി ഉള്ളതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു ചിരട്ട എടുക്കണം. ചിരട്ടയിലെ കണ്ണുള്ള ഭാഗം ഒരിക്കലും എടുക്കരുത്. അത് നമ്മൾ തീയിൽ വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ഓട്ട വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിരട്ടയുടെ കണ്ണില്ലാത്ത ഭാഗം എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത ചിരട്ടയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ട് അതിനൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ചിരട്ട വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ആ ലെവലിൽ മാത്രമേ എപ്പോഴും ഫ്ലെയിം നിൽക്കാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിരട്ട കരിഞ്ഞു പോവും. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗത്തിൻ്റെ അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പാലും കൂടെ ഒഴിക്കാനുള്ള സ്പേസ് വേണം. അപ്പോൾ ഞാനിപ്പോൾ 1/4 ഭാഗം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാലക്കൂട്ടും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ ആ വെള്ളം വെച്ചേക്കുന്നതിൻ്റെ അത്രയും ലെവലിൽ മാത്രമേ ഫ്ലെയിം നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതേ ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതേപ്പം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാല് നിറച്ചൊഴിക്കരുത്, കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം പാലൊഴിക്കാനായിട്ട്. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചിരട്ട ഒന്ന് പിടിച്ചേക്കുക. അതായത് നമ്മുടെ ചായ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാനാണ്. അതുപോലെ ഒരു പാത്രം എടുത്ത് അടുത്ത് വെച്ചേക്കുക. നമ്മൾ തിളച്ച് പൊങ്ങുമ്പോൾ ആ പാത്രത്തിലേക്ക് കാണിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ചിരട്ട മസാല ചായ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ചായ അങ്ങനെ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചായ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചായ കുറച്ച് മാത്രമേ പാത്രത്തിൽ വീണിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ചിരട്ടയിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിരട്ട മസാല ചായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായക്ക്.
നല്ല മസാലയുടെ ആ ചിരട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സെയിം ചിരട്ട വെച്ച് തന്നെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഇത്ര ഗുണമുള്ളൊരു ചായയല്ലേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നാളത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.